ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മുഖം നന്നായിട്ട് വെളുക്കാനും അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ട് രണ്ട് സാധനങ്ങൾ നമുക്ക് ചേർത്താൽ മതി. ഒന്ന് പപ്പായയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പപ്പായ നമ്മളതേ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഇത്തിരി സോഫ്റ്റ് ഇല്ലാത്ത പപ്പായാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സിയിലൊന്ന് കറക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് പപ്പായ നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നാരങ്ങയുടെ നീരാണ് ഇടേണ്ടത്. അപ്പോൾ നാരങ്ങ നീര് നമ്മൾ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു നാരങ്ങയുടെ നീര് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നാരങ്ങ നീര് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ബ്ലീച്ച് എഫക്റ്റാണ്. പപ്പായ സ്കിന്ന് നന്നായിട്ട് ക്ലീൻ ആവാനും ക്ലെൻസ് ചെയ്യാനൊക്കെ ബെസ്റ്റാണ് പപ്പായ. അതുപോലെ തന്നെ നല്ല ഡാർക്ക് സ്പോട്ടൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ ബെസ്റ്റാണ്. ഇനി നമ്മൾ ചേർക്കുന്നത് കടലമാവാണ് ചേർക്കുന്നത്. 1 സ്പൂൺ കടലമാവ് നമ്മളതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. കടലമാവ് മുഖം നന്നായി തിളങ്ങാൻ ബെസ്റ്റാണ്. ഫേസിനൊക്കെ ഒരു ബ്ലീച്ച് എഫക്റ്റ് ഒക്കെ കിട്ടാനായിട്ട് നമ്മൾ ശരിക്കും നാരങ്ങ നീര് നല്ലതാണ്. അപ്പോൾ നമ്മൾ ബ്ലീച്ചിങ് ചെയ്യില്ലേ, സെയിം എഫക്റ്റിന് നമുക്ക് ഇതിൽ കിട്ടും. ഇനി നമുക്കിതിൽ മിക്സ് ആക്കാനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ പപ്പായ ഫേഷ്യൽ എന്നൊക്കെ പറഞ്ഞ ബ്യൂട്ടി പാർലറിൽ കാണില്ലേ, സെയിം തന്നെയാണ് ഇതിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. കുറച്ച് വെള്ളമൊന്ന് ചേർത്തിട്ട് മിക്സാക്കി എടുക്കാം. നാച്ചുറലായിട്ടുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ടുള്ള ഇത് ചെയ്യുമ്പോൾ അത് നമ്മുടെ സ്കിന്നിന്, പ്രത്യേകിച്ച് ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുള്ളവർക്കൊക്കെ ഈ പപ്പായ ഭയങ്കര നല്ലതാണ് കേട്ടോ നമ്മുടെ സ്കിന്നിന്. പിന്നെ പപ്പായ സോപ്പൊക്കെ ഉണ്ടല്ലോ അല്ലേ, അതിനെക്കാട്ടും നമ്മൾ ഡയറക്റ്റായിട്ട് പപ്പായ ഇതിൽ ശരിക്കും വേറെ കെമിക്കൽസുകളൊന്നും ചേർക്കാതെ ഡയറക്റ്റായിട്ട് നമ്മളിതിലേക്ക് യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നല്ല റിസൾട്ടാണ് നമുക്ക് ഉണ്ടാവുക. അപ്പോൾ നമ്മളെ പാക്ക് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് സെറ്റാക്കി എടുക്കുക കേട്ടോ. ഇതുണ്ടോ, ഇത് നമുക്ക് കഴുത്തിൽ, ഫേസിൽ, കയ്യിൽ, കാലിൽ, മുഖത്ത് എല്ലാം തേക്കാം. പിന്നെ ലെമൺ ജ്യൂസ് ചിലവർക്ക് അലർജി ആണെന്നുണ്ടെങ്കിൽ ലെമൺ ജ്യൂസിന് പകരം കുറച്ച് തൈര് ചേർക്കാം. എല്ലാവർക്കും അങ്ങനെ അലർജി ആണെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ പറഞ്ഞാണ് ലെമൺ ജ്യൂസ് ചേർക്കുമ്പോൾ ശരിക്കും ബ്ലീച്ച് എഫക്റ്റാണ് ലെമൺ ജ്യൂസിന് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. കുറച്ചെടുത്തിട്ടുണ്ട് കയ്യിലേക്ക് തേച്ച് കൊടുക്കാം. ലെമൺ ജ്യൂസ് ചേർത്തത് കൊണ്ട് തന്നെ നല്ല ഒരു ബ്ലീച്ച് എഫക്റ്റ് കിട്ടും. നല്ല ഇപ്പം തിളങ്ങും കേട്ടോ. അത് കണ്ടത് ഇങ്ങനെ നമ്മൾ ആക്കി കൊടുക്കാം. 15 മിനിറ്റ് കഴിഞ്ഞ ശേഷം കഴുകി കളഞ്ഞിട്ട് കാണിച്ചു തരാം. നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട്. നോക്കിക്കേ, ആ ഒരു കളർ വ്യത്യാസം. ഇവിടെ ബ്ലാക്ക് ആണ്, ഇതിൽ നല്ല ഒരു കളറുണ്ട്. കണ്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ ആ ഒരു ഡിഫറൻസ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നിങ്ങളത് കണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വീഡിയോ കാണാം. അതിനുശേഷം ചെയ്ത് നോക്കുക. റിസൾട്ട് നല്ലതാണ്. പപ്പായ നമുക്ക് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടില്ലാത്ത സംഭവം നമ്മുടെ തൊടിയിൽ തന്നെ ഉണ്ടാവും. ലെമൺ ജ്യൂസ് നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജിൽ എന്തായാലും ഉണ്ടാവും. പിന്നെ അരിപ്പൊടിക്ക് നിങ്ങൾക്ക് ഈ ഒരു കടലമാവിന് പകരം അരിപ്പൊടി എടുക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. രണ്ടിനും സെയിം ആ റിസൾട്ട് തന്നെയാണ് വരിക. വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്ത് നോക്കൂ കേട്ടോ.